മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര പൊളിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കാത്തിരിപ്പ് കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് പൊളിച്ചതെന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. പുതിയ പരിഷ്കാരം പ്രായോഗികമല്ലെന്നാണ് ബസ് ജീവനക്കാരും പറയുന്നത്. ഈ മുനിസിപ്പാലിറ്റി വന്നേ മുതലേ ഉപകാരമായിട്ടുള്ള ഒരു സംഭവമല്ല. അതുകൊണ്ടാണ് തുഗ്ലക് പരിഷ്കരണം എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ എവിടെയില്ലാത്ത പൂക്കൾ ചെടികൾ ഇങ്ങനെ നട്ടിട്ടുണ്ട്. ചെടിയിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്. 3 ജീവനക്കാരാണ് ആ ചെടിയിൽ വെള്ളം ഒഴിക്കുന്നത്. ഒരു താൽക്കാലിക ജീവനക്കാരന് 615 രൂപയാണ് കൂലി. അതേപോലെ അതിൻ്റെ പെട്രോളും അതിൻ്റെ വെള്ളത്തിൻ്റെ കൂലിയും ഒരു മാസം 1 ലക്ഷം രൂപയാണ് അതിന് ചെലവാക്കുന്നത്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? ബസ്സുകളിൽ ഇപ്പോഴും ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും പഴയ കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുൻപിൽ തന്നെയാണ്. ഇത് യാത്രക്കാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പൊളിച്ച മേൽക്കൂര പുതിയ കെട്ടിടത്തിന്റെ മുൻപിൽ കെട്ടിയെങ്കിലും ബസ് നിർത്തുന്നത് ഇവിടേക്ക് മാറ്റിയില്ല. പുതിയ പരിഷ്കാരം പ്രായോഗികമല്ലെന്ന് ബസ് ജീവനക്കാരും പറയുന്നു. കാത്തിരിപ്പ് കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന്റെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ക്രമീകരണം എന്നാണ് നഗരസഭ ചെയർമാന്റെ വിശദീകരണം. എന്നാൽ നഗരസഭ ഉദ്ദേശിക്കുന്ന പുതിയ പരിഷ്കാരം സ്ഥലപരിമിതിയുള്ള ബസ് സ്റ്റാൻഡിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കും മുൻപ് മേൽക്കൂര പൊളിച്ച് യാത്രക്കാരെ വെയിലത്ത് നിർത്തേണ്ടിയിരുന്നോ എന്ന് NCP മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സതക്കത്തുള്ള പടലത്ത് ചോദിച്ചു. അധികാരം കയ്യിലുണ്ടെന്നു കരുതി ജനങ്ങൾക്കുമേൽ എന്തും ചെയ്യാമെന്ന തോന്നൽ വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം വിഷയത്തിൽ മണ്ണാർക്കാട് നഗരസഭാ സൂപ്രണ്ടിന് NCP ബ്ലോക്ക് പ്രസിഡന്റ് സതക്കത്തുള്ള പടലത്തിന്റെ നേതൃത്വത്തിൽ പരാതി നൽകി. സാധാരണക്കാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. അങ്ങനെ ഇതന്നെയാണ് തുടരാനാണ് തീരുമാനമെങ്കിൽ ജനകീയ സമരങ്ങൾ ഉണ്ടാവും. പിന്നെ നോക്കൂ, ആ ബിൽഡിങ് പൊളിച്ചു മാറ്റേണ്ട ബിൽഡിംഗാണ്. ആ ബിൽഡിംഗ് പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് ഈ പരിപാടിയെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. അത് പൊളിച്ചു മാറ്റിയതിന് ശേഷമേ ഇത് പൊളിക്കാൻ പറ്റുള്ളൂ. ഈ മേൽക്കൂര ഇതാദ്യം തന്നെ ഇത് ചെയ്യുന്നത് അവിടെ കച്ചവടം ഉണ്ടാക്കാനാ. അവിടെ കച്ചവടം ഉണ്ടാക്കണതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാകരുത്. ഈ സ്ഥാപനത്തിൽ പൊളിച്ചു മാറ്റുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് അവിടെ റൂം കൊടുത്ത് സഹായിക്കണം. നമ്മളിത് കച്ചവടമല്ല ചെയ്യേണ്ടത്. മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന നമ്മുടെ ഒരു ക്ഷേമ രാഷ്ട്രമാണ്. ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. കച്ചവടക്കാരെ പോലുള്ള ആളുകളും അഴിമതി നടത്താനുമാണ് ഉദ്ദേശമെങ്കിൽ NCP നോക്കി നിൽക്കില്ല. ഇതിന് ശക്തമായ സമരം ഉണ്ടാവും. ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ ഇതിൻ്റെ ഒപ്പം കൂടുമെന്നുള്ള താക്കീതാണ് നൽകുന്നത്. അത് നന്നായി മനസ്സിലാക്കുക. ഇതൊരു മുന്നറിയിപ്പാണ്. നേതാക്കളായ ഷാജഹാൻ, NC വിജയകുമാർ, പ്രിൻസ് ജോൺ, സക്കീർ നാരങ്ങപ്പറ്റ, രാധാകൃഷ്ണൻ, സൈഫുദ്ദീൻ, ഫയാസ്, ബിനു തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. CCN മണ്ണാർക്കാട്.